മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യമാണുള്ളത്. രാജ്യത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ പരമാവധി ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും കൂടുതൽ തൊഴിലവസരം ഒരുക്കുന്നതിനുമാണിത്. മേക്ക് ഇൻ ഇന്ത്യയിൽ മികച്ച പ്രകടനം നടത്തുന്ന കമ്പനികളെക്കുറിച്ചുള്ള സീരീസിലേക്ക് സ്വാഗതം. കുട്ടിക്കാലത്ത് ഹോളിവുഡ് സിനിമകൾ കാണുമ്പോഴാണ് വിദേശ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളും വ്യത്യസ്തമായ ലുക്കിലുള്ള ഹെലികോപ്റ്ററുകളെല്ലാം നാം കണ്ടിരുന്നത്. പിന്നീട് ഇവയിൽ പലതും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് നമ്മുടെ ഡിഫൻസ് രംഗം ശക്തമാക്കി. ഹെർക്കുലീസ് വിമാനവും ചിനൂക്ക് ഹെലികോപ്റ്ററുമെല്ലാം ഇപ്പോൾ ഇന്ത്യയുടെ കൈവശവുമുണ്ട്. പക്ഷേ എപ്പോഴും ഇന്ത്യക്ക് വെല്ലുവിളിയായിരുന്നത് ഇതുപോലുള്ള വിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമെല്ലാം ഉണ്ടാക്കാൻ നമുക്ക് കഴിയാത്തതായിരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനമായിരുന്നു ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമെല്ലാം ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ വിദേശ കമ്പനികളുടെ ലൈസൻസിൻ്റെ പുറത്തായിരുന്നു ഇവയുടെ എല്ലാം നിർമ്മാണം. ഇതുവരെ പറഞ്ഞത് ചരിത്രം ചരിത്രമായി തന്നെ അവശേഷിക്കും. നമ്മുടെ ആകാശത്തിലൂടെ ത്രിവർണ്ണ മുദ്രയുള്ള യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമെല്ലാം ഹുങ്കാരമുയർത്തി പറക്കുമ്പോൾ അഭിമാനത്തോടെ ഇവയെല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണെന്നും അതുണ്ടാക്കിയത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണെന്നും പറയാം. ഇറക്കുമതി ചെയ്ത നട്ടും ബോൾട്ടും തുടങ്ങി ലൈസൻസ് തന്ന കമ്പനിയുടെ കനിവിനായി കാത്തുനിന്ന HAL അല്ല, അയൽ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ വമ്പന്മാരും തങ്ങൾക്കും വേണം നിങ്ങളുണ്ടാക്കിയ ഹെലികോപ്റ്ററും യുദ്ധവിമാനം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന കാലത്തിലൂടെയാണ് ഇന്ന് HAL കടന്നു പോകുന്നത്. ഈ നേട്ടത്തിൻ്റെ കഥ, ഒപ്പം ആഗോളതലത്തിൽ വമ്പൻ കമ്പനികളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മിന്നും പ്രകടനം. വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിക്ഷേപത്തെക്കുറിച്ചുള്ള ഓഹരി വിപണിയെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. രാജ്യത്തെ ആദ്യത്തെ ഷിപ്പ്യാർഡ് നിർമ്മിച്ച WH ദോഷി 1940 ബംഗളൂരുവിൽ ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനം പിന്നീട് മൈസൂർ രാജാവിൻ്റെ കീഴിലുള്ള മൈസൂർ സർക്കാരുമായി സഹകരിച്ച് വിമാന നിർമ്മാണ കേന്ദ്രം സ്ഥാപിച്ചു. 1941 മാർച്ചിൽ ബിസിനസിന്റെ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കി ഇന്ത്യൻ സർക്കാർ ഒരു ഓഹരി ഉടമയായി. ഒടുവിൽ 1942 ആയപ്പോഴേക്കും രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നതിനാൽ കമ്പനി സർക്കാർ ഏറ്റെടുത്തു. 1941 കമ്പനി USA ഇന്റർ കോണ്ടിനെന്റൽ എയർക്രാഫ്റ്റ് കമ്പനിയുമായി സഹകരിച്ചു. തുടർന്ന് കർട്ടിസ് ഹോക്ക് ഫൈറ്റർ, വൾട്ടി ബോംബർ എയർക്രാഫ്റ്റ് എന്നിവയുടെ നിർമ്മാണം തുടങ്ങി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് തൊട്ടു പിന്നാലെ കമ്പനി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു. 1963 ഇന്ത്യയിൽ ലൈസൻസുള്ള നിർമ്മാണം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി MiG-21 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ എയറോനോട്ടിക്സ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിച്ചു. 1964 HALനെ AIL ലയിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. പുതിയ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്ററുകൾ, എഞ്ചിനുകൾ, ഏവിയോണിക്സ്, ഇൻസ്ട്രുമെന്റ്സ്, ആക്സസറികൾ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങളുടെ ഡിസൈൻ, ഡെവലപ്മെന്റ്, പ്രൊഡക്ഷൻ എന്നിവ ഏൽപ്പിച്ചു. ഇന്ന് വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ല ആകാശ വിമാനങ്ങൾ അഥവാ UAVകൾ, എയറോസ്ട്രക്ചറുകൾ എന്നിവ HAL നിർമ്മിക്കുന്നു. ഇനി പറയുന്നത് HALന്റെ ഇന്നത്തെ സൂപ്പർ പ്രകടനത്തെക്കുറിച്ചാണ്. ഇതുവരെ മൊത്തത്തിൽ കമ്പനി 4100-ലധികം വിമാനങ്ങളും 5000-ലധികം എഞ്ചിനുകളും നിർമ്മിച്ചു. അതേസമയം രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന 20 പ്രൊഡക്ഷൻ ഡിവിഷനുകളിലും 11 റിസർച്ച് ഡിസൈൻ സെന്ററുകളിലുമായി 11000 വിമാനങ്ങളും 33000 എഞ്ചിനുകളും മെയിൻ്റനൻസ് നടത്തി. നേരത്തെ ലൈസൻസ് അധിഷ്ഠിത നിർമ്മാണത്തിലായിരുന്നു HAL ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തദ്ദേശീയമായി ഒരു ഡിസൈൻ ചെയ്ത വികസിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. നിലവിൽ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ മുതൽ 4 വ്യത്യസ്ത തരം ഹെലികോപ്റ്ററുകൾ കമ്പനി നിർമ്മിക്കുന്നു. ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ, അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ എന്നിവയിൽ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുവരെ ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറേണ്ടിയിരുന്ന 40 തേജസ് വിമാനങ്ങളിൽ 32 എണ്ണം കമ്പനി നൽകി. ശേഷിക്കുന്ന 8 എണ്ണം ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ കൈമാറും. അതിനുശേഷം തേജസ് MK2 വിമാനത്തിൻ്റെ ഡിസൈനും വികസന ഘട്ടവും ആരംഭിക്കുന്നതോടൊപ്പം 83 തേജസ് MK1A വിമാനങ്ങൾ നിർമ്മിക്കാൻ കമ്പനി തയ്യാറെടുക്കുകയാണ്. എയർ ടു എയർ ഫ്യൂവൽ നിറയ്ക്കൽ, അഡ്വാൻസ്ഡ് ഏവിയോണിക്സ്, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ തുടങ്ങിയ സവിശേഷതകളോടെയാണ് MK1നും MK2നും ഇടയിലുള്ള വിമാനമായി MK1A ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2028 MK1Aയുടെ ഡെലിവറി പൂർത്തിയാക്കാൻ HALന് പദ്ധതിയുണ്ട്. ധ്രുവ്, രുദ്ര, പ്രജന്റ് എന്നിവയുൾപ്പെടെ 4 ഹെലികോപ്റ്ററുകൾ കമ്പനി തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി സേവനത്തിലുള്ള ചീറ്റ, ചേതക് ഹെലികോപ്റ്ററുകൾക്ക് പകരമാണ് പ്രജന്റ്. 81,785 കോടി രൂപയുടെ ഓർഡറാണ് ഇപ്പോൾ HALനുള്ളത്. എടുത്തു പറയേണ്ടത് HALന്റെ തേജസ് വിമാനങ്ങൾക്കുള്ള ഓർഡറുകളെ കുറിച്ചാണ്. തേജസ് വിമാനങ്ങൾ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച നൈജീരിയ, ഫിലിപ്പൈൻസ്, അർജന്റീന, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ചൈനയുടെ JF-17 ജെറ്റ്
ദക്ഷിണ കൊറിയയുടെ FA-50, റഷ്യയുടെ MiG-35, യോഗ് 130 എന്നിവയിൽ നിന്നുള്ള കടുത്ത കോമ്പറ്റീഷനിടെയാണ് തേജസിൻ്റെ നേട്ടം. ഒറ്റ എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമാണ് തേജസ്. വ്യോമ പ്രതിരോധം, സമുദ്ര നിരീക്ഷണം, അറ്റാക്ക് എന്നിവയ്ക്ക് ഉതകുന്ന രീതിയിലാണ് വിമാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചൈനയുടെ JF-17 കോമ്പാക്ട് എയർക്രാഫ്റ്റിനെ അപേക്ഷിച്ച് തേജസ് മാർക്ക് 1A ജെറ്റിന് മികച്ച എഞ്ചിൻ, റഡാർ ഫെസിലിറ്റി, ഇലക്ട്രോണിക്സ് വാർഫെയർ സ്യൂട്ട് എന്നിവയുണ്ട്. വിഷ്വൽ റേഞ്ച് മിസൈൽ, എയർ ടു എയർ ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനം എന്നിവ തേജസ് MK-1A സജ്ജീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് കേന്ദ്രം ആവിഷ്കരിക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് എക്കാലത്തെയും ഉയർന്ന നിരക്കായ 15,920 കോടി രൂപയിലെത്തി. പ്രതിരോധ ഉൽപ്പന്ന നിർമ്മാണത്തിൽ 1.75 ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. 2021 ഫെബ്രുവരിയിൽ എയർഫോഴ്സിനായി 83 തേജസ് MK-1A ജെറ്റുകൾ വാങ്ങുന്നതിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ഡിഫൻസ് മിനിസ്ട്രി 48,000 കോടി രൂപയുടെ കരാറാണ് ഒപ്പിട്ടത്. എയർഫോഴ്സിനായി 97 തേജസ് ജെറ്റുകളുടെ അധിക ബാച്ച് വാങ്ങാനും അനുമതി ലഭിച്ചിട്ടുണ്ട്. ആളില്ല ആകാശ വിമാനങ്ങൾ, അതായത് UAVകൾ ഉൾപ്പെടെയുള്ള യുദ്ധത്തിൻ്റെ പുതിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും HAL പദ്ധതിയിടുന്നുണ്ട്. 2 വർഷം മുമ്പ് കമ്പനി ആളില്ലാത്തതും ആളുള്ളതുമായ വിമാനങ്ങൾ സംയോജിപ്പിച്ച് CATS, അതായത് കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം എന്ന ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ഇത്തരം പരിപാടികൾ നടപ്പാക്കുന്നുള്ളൂ. മേക്ക് ഇൻ ഇന്ത്യ സീരീസിൽ ഇന്ത്യയുടെ അഭിമാനമായ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള എപ്പിസോഡുകൾ വീണ്ടും കാണാം. താങ്ക് യു.